അക്ബർ സ്നേഹക്കൂട്. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. വാലൻറ്റൈൻസ് ഡേയുടെ ചരിത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് എല്ലാവരും പ്രണയദിനമായിട്ട് ആഘോഷിക്കുന്നു. തീർച്ചയായും പ്രണയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രണയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പാടിയ ഉസ്താദ് മെഹദി ഹസൻ, അദ്ദേഹത്തിൻ്റെ വരികളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത് ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലെ എന്നും ഇങ്ങനെ ആ വരികൾ എൻ്റെ ഹൃദയസ്പന്ദനമായിട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന വരികളാണ്. റഫ്ത റഫ്താവോ മേരി ഹസ്തി കസാമാ ഹോ ഗയി എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ അവൾ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. പെഹലെ ജാൻ ഫിർ ജാനെ ജാൻ ഫിർ ജാനെ ജാനാ ഹോ ഗയി. ആദ്യം അവൾ എൻ്റെ ജീവനായി, പിന്നീട് അവൾ എൻ്റെ ജീവൻ്റെ ജീവനായി, പിന്നീട് അവളും ഞാനും ഒരൊറ്റ ജീവനായി. പെഹലെ ഗുൽ ഫിർ ഗുൽ ബദൻ ഫിർ ഗുൽ ബദാമാ ഹോ ഗയി. ആദ്യം അവളെൻ്റെ പുഷ്പമായി, റോസാപുഷ്പം. പിന്നീട് അവൾ ആ പുഷ്പത്തിൻ്റെ സുഗന്ധമായി എന്നിൽ പടർന്നു. പിന്നീട് അവൾ എൻ്റെ ഒരു പുഷ്പവാടിയായി മാറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രണയത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ നമ്മുടെ മഹാകവി കുമാരനാശാൻ അല്ലേ, സ്നേഹമാണ് അഖില സാരമൂവിയിൽ. ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ പ്രണയം. അപ്പോൾ നമുക്കറിയാം, പ്രണയം എന്ന് പറയുന്നത് ഒരു അദ്വൈതമായ ഒരു അവസ്ഥയാണ്. സ്നേഹത്തിൻ്റെ നിരവധി ആവിഷ്കാരങ്ങളിൽ വാത്സല്യമുണ്ട്, കരുതലുണ്ട്, അനുകമ്പയുണ്ട്, കരുണയുണ്ട്, പ്രണയമുണ്ട്. അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ആവിഷ്കാരമാണ് പ്രണയം. പ്രണയം പ്രണയിനിയോട് അല്ലെങ്കിൽ പ്രണയിതാവിനോട് ഉള്ള ഏറ്റവും വിശുദ്ധമായ ഗുണകാംക്ഷയാണ് പ്രണയം, വെൽവിഷിങ്. അവൻ്റെ സന്തോഷം അവളുടെ സന്തോഷം എൻ്റെ സന്തോഷമാവുന്ന, അവളുടെ ദുഃഖം എൻ്റെ ദുഃഖമാവുന്ന, അവളുടെ വികാരങ്ങൾ എൻ്റെ വികാരങ്ങളാകുന്ന, അവളുടെ ഉന്മാദം എൻ്റെ ഉന്മാദമാകുന്ന, പതുക്കെ പതുക്കെ ഞാൻ അവളായി മാറുന്ന, ഞാൻ അവനായി മാറുന്ന ഒരു അദ്വൈതാവസ്ഥയിലേക്ക്, ഡുവാലിറ്റിയിൽ നിന്ന് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ പ്രണയം. ഇന്ന് നമ്മൾ പ്രണയമെന്ന പേരിൽ കാണുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അത് സ്വന്തമാക്കലാണ്, അടിമപ്പെടുത്തലാണ്, ഡൊമിനേറ്റ് ചെയ്യലാണ്, എൻ്റെ താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കലാണ്. ഒന്നുകിൽ എനിക്ക്, അല്ലെങ്കിൽ നീ ഈ ഭൂമിയിൽ ജീവിക്കരുത് എന്ന് കരുതുന്ന ക്രൂരമായ ഒരു പ്രതിഭാസമായിട്ട് പ്രണയം മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ എൻ്റെ താക്കലല്ല, സ്വന്തമാക്കലല്ല, അടിമപ്പെടുത്തലല്ല, പ്രണയിക്കുന്നവൻ്റെ സന്തോഷം. അത് മാത്രമായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ. അവിടെ സ്വന്തമാക്കലില്ല, അടിമപ്പെടുത്തലില്ല. അവിടെ ഞാനില്ലെങ്കിലും നീ ഉണ്ടാവണമെന്ന തീക്ഷ്ണമായ ഒരു വികാരമാണ്. ഞാനില്ലെങ്കിലും നീ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, പ്രണയത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രണയം ഇല്ലാതായതാണ് ഇന്ന് യുവത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ പ്രണയ ദിനത്തിൽ എല്ലാ പ്രണയിതാക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോട്